ഗെയിമേഴ്സ് വാട്സാപ്പ്. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നതാണ് ഗ്രാനി 3. പിന്നെ ഒരു കാര്യം, ഇതെൻ്റെ പുതിയൊരു യൂട്യൂബ് ചാനലാണ്. നിങ്ങൾക്കപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എന്തായാലും കളിക്കുന്നുണ്ടല്ലോ, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കങ്ങനെ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് ഞാൻ പ്ലേ നോക്കിയിട്ടുണ്ട്. സിലിണ്ടറിലിനെ ഓഫ് ചെയ്തിടാം. നമുക്ക് കളിക്കാൻ പോകാം ഗൈസ്. Day 1 ഗൈസ്, അങ്ങനെ നമ്മൾ ഗ്രാനിയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇരുന്നിട്ട് എടുത്തിട്ട് തോന്നുന്നുണ്ട്. ആക്സിഡൻറ്റ് ഗൈസ്. നമ്മൾ വന്നിട്ട് ഈ അടുത്ത് ഇത് ഇറക്കാം. ഗ്രാനി രണ്ടുപേർക്കും നമുക്ക് കഴിക്കാം. നമ്മളങ്ങനെ ഇതും പറഞ്ഞിട്ട് നോക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ ആരുമില്ല. വന്നു കഴിച്ചല്ല കള്ള പിന്നെ ഒന്നും പറയാനില്ല. നമുക്ക് അടിയിലോട്ട് വന്നിട്ടുണ്ടാകാം. കള്ള വരുന്നുണ്ട്. നമുക്കൊന്നും ചെയ്യാനില്ല. എത്തണമെങ്കിൽ പോയിട്ട് അത് പിന്നെ ഇപ്പോൾ നമുക്ക് തോക്ക് കിട്ടുന്നതും തള്ളിക്കുള്ളത് കിടക്കും. ഇപ്പം നമുക്ക് ഒളിച്ചിരിക്കാം. തലയ്ക്കുള്ളത് കൊടുക്കും ഗൈസ്. നമ്മൾ തലയ്ക്കുള്ളത് വയർ നിറച്ച് ഞാൻ കൊടുക്കും. ഇപ്പം നമുക്ക് ഇവിടെ ഇരിക്കാം. ഗണ്ണൊന്ന് കിട്ടട്ടെ. ഗൈസ്, അങ്ങനെ തള്ള അവിടെ നിന്ന് പോയിട്ടുണ്ട്. അവളെ നൈസിന് ഇതായി തുറന്നിട്ട് അവൾ ട്രാപ്പ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ സൗണ്ട് ഞാൻ കേട്ടായിരുന്നു. പതുക്കെ പോകാൻ ഗൈസ്. അവൾ ട്രാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ പെടും. പതുക്കെ ഇതിവിടെ നല്ല ട്രാപ്പ് കാണുന്നു. ട്രാപ്പ് കാണുന്നുണ്ടോ? ഇവിടെ ട്രാപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. ദേ പോണു ഗൈസ് ഗ്രാൻഡ് പാ. അപ്പാപ്പൻ ആ വഴി പോകുന്നുണ്ട്. നമുക്ക് ഇതുകൊണ്ട് തുറക്കുന്ന നോക്കാം. ഫ്യൂസ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് വെക്കാം. നമ്മളങ്ങനെ ഗ്യാസിന് മേളിലോട്ട് പോകുമ്പോൾ ദേ വരുന്നു ഗൈസ് പുറകെ ഗ്രാനി. ഗ്രാനി വന്നാൽ പിന്നെ നമ്മളൊന്നും നോക്കാനില്ല. ഒറ്റമേണ്ടി കള്ളിയാണ്. പുള്ളിക്കാരി തീരെ വരുമോ ഒന്നും അറിയില്ല. ഇത് നിൽക്കണം അവിടെ. ഈ പുള്ളിക്കാർക്ക് പുള്ളിയും താഴേക്ക് ഇരിക്കുന്ന പുള്ളിക്കാരത്തി വരുന്നുണ്ട് ഗൈസ്. വരുന്നുണ്ട്. വരട്ടെ ഗൈസ്, വരട്ടെ. ഇതിപ്പോൾ അപ്പുറത്തൂടെ പറഞ്ഞാൽ അടിച്ചു പോവാം. അവിടെ ഇട്ടിട്ട് നമ്മളിപ്പോൾ മുകളിലേക്ക് മാറി അടുത്തോടെ വരുന്നില്ല. അതാണ് എന്താണെന്ന് ഇതിലൊക്കെ ആകട്ടെ. ഇപ്പം ലോക്ക് വെച്ച് ചേർക്കും. ഇത് കൂടെ ആരെങ്കിലൊക്കെ ഓടി വന്ന് പണി കിട്ടി. ഇത് നൈസില്ല. നമ്മൾ ഷൂസ് വയ്ക്കാം. പിന്നെ ഷൂസ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആരും വരുമോ? നോക്കാം ഗൈസ്. ഇതൊക്കെ സൂക്ഷിച്ച് കളിക്കുന്നത്. ഈ സ്വർണ്ണ ഗൈസ് കള്ള മുകളിലേക്കാണല്ലോ. ഏറ്റവും മുകളിലേക്കാണ് കയറാം. കാക്കക്കുട്ടൻ്റെ അടുത്ത് എന്താണുള്ളത് എന്ന് നോക്കാം. കോയിനാണ് കഴിച്ചൊന്നും കഴിച്ചില്ല. കാരണം ട്രെയിൻ എസ്കേപ്പാണ്. ഞങ്ങൾക്ക് ഏത് എസ്കേപ്പാണ് വേണ്ടത് എന്നൊരു കൺഫേം രീതിയിൽ ഇതായിട്ടില്ല. നമ്മൾ ഇപ്പോൾ ആയിട്ടില്ല ഏത് എസ്കേപ്പാണ് വേണ്ടതെന്ന്. നമുക്ക് അവസാനം പതുക്കെ മതി ഏത് എസ്കേപ്പാണ്. അതുപോലെ ഫ്യൂസും കിട്ടി. ട്രെയിൻ എസ്കേപ്പാണെങ്കിൽ ആക്സിലേറ്ററും കിട്ടിയിട്ടുണ്ട്. രണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അതൊക്കെ താഴേക്ക് ഇറങ്ങാണ്. ഒരു മിനിറ്റ് നമുക്ക് ആ പ്ലാങ്ക് ഒന്ന് എടുത്തിട്ട് അവിടെ വെച്ചിട്ട് അത് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം.
കാരണം അല്ലെങ്കിൽ നമുക്ക് അടുത്ത വടിയാകും നമ്മൾ. കഴിഞ്ഞിട്ട് ഇന്ന് ഇറങ്ങിയിട്ട് ഗായ്സ് അകത്തേക്കാണ് കയറി പോവാം. അകത്തേക്ക് കയറി പോകുമ്പോൾ ഇവിടെ വരണ്ട് ഗായ്സ് പള്ളത്തിനോട് വേഗം വാ ഒന്ന് ഈ പെണ്ണുമ്പിള്ളേനെ കറക്കി വിട്ടിട്ട് നമുക്കപ്പോൾ അപ്പുറത്തേക്കാളെ പോകാൻ കഴിച്ചു. ചാർജ് ഇവിടെ ഉണ്ടാകും, ഇവിടെ വിടാൻ കഴിച്ചു. ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നേരെ നമ്മുടെ പ്ലാങ്ക് കൊണ്ടുപോയി വെക്കാം. നമ്മളതിന് വാതിലാണ് അടച്ചിട്ടിട്ടുണ്ട്. പിന്നെ പ്ലാങ്ക് വയ്ക്കാൻ വേണ്ടി മുകളിലേക്ക് പോകുമ്പോൾ തന്നെ അത് അടുത്ത ശല്യമുണ്ട്. അപ്പുറത്തേക്കൂടെ അതൊന്നും ചെയ്യില്ല. ഇതിന് അടിയിൽ ഒളിച്ചിരിക്കണം. നമ്മൾ കുറച്ചേരത്തേക്ക് ഇതിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുന്നുണ്ട് ഗായ്സ്. അപ്പോൾ ആൾക്കാർ അവർ പോയി കഴിയുമ്പോൾ നമുക്ക് ഇറങ്ങാം. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കാം. ഇത് ഗ്രാൻഡ് പേ ആണെങ്കിൽ അവിടെ നിൽക്കുന്നുണ്ട്. ആ ഗ്രാൻഡ് പേ പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പം നമുക്കിത് മുകളിലോട്ടാണ് പോകുന്നത്. പുറത്തേക്ക് പോയതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ മുകളിലേക്ക് കയറി പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇതുണ്ട്. ഷെഡ് ഗെയിം കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് ജനറേറ്റർ കേബിളും കൊണ്ട് വെച്ചിട്ട് നമുക്കങ്ങോട്ട് നമുക്കെന്നാൽ ഈ എസ്കേപ്പ് ചെയ്യാനാണ് എൻ്റെ ഇത്. ഏത് എസ്കേപ്പാണ്? ഗേറ്റ് എസ്കേപ്പ് ചെയ്യാനാണ് ഒരിത്. നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പം ഞാൻ അതിന് എതിരായിട്ടുള്ളത് എസ്കേപ്പ് ചെയ്യാം. ഇപ്പം നമ്മൾ കോക്കനട്ട് എടുത്തിട്ട് നല്ല നൈസായിട്ടൊന്ന് സൈഡ് വഴി പോവാണ്. ഇവിടേക്ക് നൈസിനൊന്ന് താഴേക്ക് ചാടാം. താഴേക്ക് വരുന്നുണ്ടോ എന്നൊന്ന് നോക്കാം. നോക്കിയ കള്ളുണ്ട്. പൈസ കഴിക്കണ്ട. ചുറ്റിക്കാം. അവസ്ഥ കഴിക്കാനായി ചുറ്റിച്ചിട്ട് നമുക്ക് പോകാം. അപ്പം ഗ്രാൻഡ് വരുമോ എന്നാണ് വീട്. ഇവിടെ ആരുമില്ല. അതുകൊണ്ട് ഞാൻ നേരെ പോവാണ്. ഇവിടെ ICU കേൾക്കുന്നുണ്ട്. ഇവിടെ ആരുമില്ല ഗൈസ്. നമ്മൾ നേരെ അടിയിലോട്ട് പോവുകയാണ് ഗൈസ്. അടിയിലോട്ട് നമ്മൾ ഈ തേങ്ങ വെച്ചിട്ടാണ് മുറിച്ച് അതിൻ്റെ ഉള്ളിൽ നെഞ്ച് കിട്ടിയാവും. അതിൻ്റെ ഉള്ളിൽ സേഫ്റ്റിയാണ് കിട്ടിയിരുന്നത്. സേഫ്റ്റിനൊരു കാര്യമുണ്ട്. സേഫ്റ്റിനൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ ഇതിൽ ശരിയ തള്ളം വരും. നമുക്ക് സൈഡ് വഴി കറങ്ങിപ്പോവാം. അതാണ് നമുക്കിപ്പോൾ പറ്റുള്ളൂ. ഈ കിച്ചണിലെ ഡോറൊന്നും ഞാൻ തുറന്നിട്ടില്ല. അതൊക്കെ നമുക്ക് പതുക്കെ തുറക്കാം. തള്ള അതിൽ കൂടെ കറങ്ങിയടിച്ച് വരുന്നതിന് മുമ്പേ നമുക്ക് പോയി ആദ്യം സേഫ്റ്റി വെച്ച് അതങ്ങോട്ട് തുറക്കാം. അത് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് കിട്ടണം എന്ന് നമുക്ക് നോക്കാം കഴിച്ചു. അങ്ങനെ നമ്മളിതാ ഇത് തുറക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ചെടി അവിടെ കിടക്കട്ടെ. ചെടി അങ്ങനെ എടുത്താൽ പാനി കിട്ടും. ചെടിയുടെ ആവശ്യമില്ല. ലിഫ്റ്റ് അത് ഇവിടേക്ക് കൊണ്ട് ലിഫ്റ്റ് വിടുക. നമുക്ക് ചെടി എടുക്കാം. ചെടി എടുത്തിട്ടാൽ മതി. ചെടി എടുത്തിട്ട് അപ്പൂപ്പം വന്ന് ഗൈസ്. അപ്പൂപ്പം വന്ന് തലക്കടിച്ചിട്ട് ഇവിടെ കണ്ണൊക്കെ ചുമന്ന് കിടക്കണ കണ്ടില്ലേ ഗൈസ്. ചെടി എടുത്താലുള്ള കുഴപ്പം ഇതാണ്. അല്ലാണ്ട് പുറകിൽ നിന്ന് വിട്ടുമാറില്ല. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, നമുക്കിന്ന് ആ ചെടി കൊണ്ടുപോയി വെക്കാതെ ഞാൻ അടങ്ങില്ല എന്നും പറഞ്ഞാൽ എതിർക്കട്ടത് പറഞ്ഞിട്ട് നൈസ് അടിച്ച് അമ്മാറ്റിട്ട് കൊട്ടൊക്കെ തൊണ്ടാണ്ടിരിക്കണമെന്ന് പറയാനല്ല. എന്നിട്ട് ഞാൻ നേരെ ഇതങ്ങോട്ട് തുറന്നിട്ട് വേഗം അങ്ങോട്ട് പോവാണ്. ഒറ്റ മൈൻഡ് റഷിങ്ങാണ്. ഒറ്റ മൈൻഡ് റഷാണ് ഗൈസ്. ഒറ്റ മൈൻഡ് ഇത് പറയുന്നത് ഗൈസ്. തള്ള ഞെട്ടിപ്പോയി ഗൈസ്. ആ പുള്ളിക്കാരത്തി അവിടെ വെച്ചിരുന്നപ്പോൾ എൻ്റെ പൊന്നു മച്ചി പറഞ്ഞു വെക്കുക. നമ്മൾ മേടിക്കില്ലായിരുന്നു. ഇപ്പോൾ വരണത്തിന് വെച്ചാണെങ്കിൽ സാധനം പറഞ്ഞിട്ട് നല്ല ഞാനിപ്പോൾ ചെയ്യാൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയത് വേറെ ഒന്നുമല്ല. നമ്മൾ ഇത് തുറന്നിട്ട് മോദിന സാധനം വെക്കാം. ചെടി അവിടെ തുറക്കും. ഒരു കാര്യം കേട്ടെ, ലിഫ്റ്റ്
എടുത്തിട്ട് ഇനി ഒറ്റ പ്രയോഗം ചെയ്യണം. പൊടി എടുത്തിട്ട് നമ്മൾ അടിയിലെ ഇനി കൊച്ചിന് ഞാൻ മൂടി വെച്ചിട്ട് അറിഞ്ഞില്ല. ആദ്യമാണെങ്കിൽ കട കൊണ്ടെങ്കിൽ കടകടാവൂ കടയുണ്ട് അതിലോമാരും ആണ്. ചെടിയും കൂടി നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട്. പിന്നെ മുകളിലെത്തിയാലേ വേറെ വഴി ഇത് ചടങ്ങാണ്. അങ്ങനെ സിലിണ്ടറിലീന വന്നിട്ടുണ്ട് നമ്മുടെ ഇവിടെ. പെട്ലോക്കി കിട്ടിയിട്ടുണ്ട് ഗൈസ്. പെട്ലോക്കി കൊണ്ട് ഇപ്പം എന്ത് ഉപകാരം? പീസ് എടുക്കണം. എടുക്കണമെങ്കിൽ ഇപ്പം നമ്മളിനി കിച്ചൺ പോയി തുറക്കണം. കിച്ചൺ തുറന്നാലെടുത്ത റിസ്ക് ഉണ്ട് ഗൈസ്. ഒരു റിസ്ക്കാണ്. അവിടെ ഞാൻ ഗ്രാൻഡിയൊക്കെ വരും. ഇതാണ് മാറ്റിട്ട് പ്രഭാതി. അല്ലെങ്കിൽ നമ്മൾ മരത്തിൽ പോയി അതൊക്കെ തുറന്നതാണ്. ഇപ്പം നമുക്ക് ഇങ്ങോട്ട് പോകുന്നു. ഏയ് ഞാൻ ഗ്രാനി കളിക്കണത്. നമ്മളങ്ങനെ ഇതിങ്ങനെ തുറന്ന് പങ്കി ഇട്ടിട്ടുണ്ട്. പങ്കി തുറന്നിട്ട് വെപ്പണ്ട ബുള്ളറ്റാദ്യം പോയി എടുക്കണം. ഒന്നാമത്തെ ബുള്ളറ്റ് ദാണ്ട് വീടിനടുത്തുള്ള കേട്ടോ. അങ്ങനെ ഒന്നാമത്തെ ബുള്ളറ്റ് കൊടുത്തു. ഇനി രണ്ടാമത്തെ ബുള്ളറ്റിനായിട്ടാണ് ഞാനിത് പോണത്. രണ്ടാമത്തെ ബുള്ളറ്റിന് എവിടെ നിന്ന് പോയി പൊക്കാനാണ് അവ ഭർത്താവ്. അതായത് അങ്ങനെ അടുത്ത ബുള്ളറ്റും വേഗം പോയി എടുത്തിട്ട് ഫ്രീ ഫയറിൽ എങ്ങനെയാണോ M18 വെച്ച് തലയടിച്ച് പൊളിക്കണത് അതേപോലെ തന്നെ സ്ലിം ഷൂട്ട് വെച്ച് തലയുടെ ലെപ്പച്ചൻ്റെ ലമ്മച്ചനും തലയടിച്ച് അണ്ണാക്കി കെട്ടി കൊടുക്കും. എന്നെ ഞാൻ ലെപ്പച്ചന് വിട്ട് കൂട്ടിക്കുന്നു. ലെപ്പച്ചന് പറഞ്ഞു ഗൈസ് ഐ സീ യു ഷോ. അതിൻ്റെ പേര് തോക്കുണ്ട്. ലെപ്പച്ചനിട്ട് ഞാൻ കൂടെ ആഡ് പറഞ്ഞു ഗൈസ്. ആഡ് അണ്ണാക്കിയിട്ട് അടിച്ചോളാം കേട്ടോ. പക്ഷേ എന്തിനാണ് ഗൈസ് ഇങ്ങനെ ആഡൊക്കെ വരുന്നത്? ഗൈസ് ഇത്രയും നേരം കണ്ടിട്ട് ലൈക്ക് അടിച്ചില്ലെങ്കിലൊന്ന് ലൈക്ക് അടിച്ചേക്കുക. പിന്നെ സബ്സ്ക്രൈബ് എന്ന് പറയുന്നത് പ്രാവശ്യം കൊണ്ട് ഒന്ന് അടിച്ചേക്കുക. സബ്സ്ക്രൈബ് അടിച്ചിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന് അടിച്ച് വിട്ടേക്കുക. ഡെയിലി ഗ്രാനിയുടെ വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും. ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അതൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾ നല്ല മനസ്സുള്ളവരാണ് നിങ്ങളുടെ. അതുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് വിടുക. അങ്ങനെയെങ്കിലൊക്കെ നമ്മളൊന്ന് കയറട്ടെ, അടിച്ച് കയറട്ടെ അങ്ങോട്ട്. നമ്മളങ്ങനെ അടുത്ത ബുള്ളറ്റ് കൂടെ തുടങ്ങിയതാറില്ല. സാധനം അപ്പോഴേക്ക് മാഞ്ഞു പോയി. അപ്പോഴേക്ക് മാഞ്ഞു പോയി. ഇപ്പം നമുക്ക് അടുത്ത ബുള്ളറ്റ് പോയിട്ട് അപ്പം ഒരു ബുള്ളറ്റ് മാത്രം കയ്യിലിരുന്നിട്ട് കാര്യമില്ല. തലയ്ക്ക് അല്ലെങ്കിൽ നെഞ്ചത്ത് കൊടുക്കാതെ അവന്മാർ കിറങ്ങിയിരിക്കുള്ളൂ. തലയ്ക്ക് നെഞ്ചത്തും കൊടുക്കണം. അന്നേരം ബോധം കെട്ടി വിടുള്ളൂ. കാര്യമുള്ളൂ. അപ്പോൾ 2 മിനിറ്റത്തേക്ക് കിട്ടുള്ളൂ. നമ്മളങ്ങനെ ബുള്ളറ്റിന് വേണ്ടിയിട്ടപ്പം അതേ ഇറങ്ങണം. ഇപ്പം വരണടാ ഒരാൾ. ഇനി വേറെ പണിയില്ലേ ഗായ്സ്? ഈ കൂടെ വരുന്നുണ്ടല്ലോ. എപ്പോൾ നോക്കിയാലും വള്ളിയാണല്ലോ. ഗ്രാനിയകത്തേക്ക് വെച്ചിട്ടുണ്ട്. ഗ്രാനിപ്പ പിന്നെയും കുറച്ച് ദൂരത്തുനിന്ന് വെടി വെക്കാനാണ് പേടി. പിന്നെയും കുഴപ്പമില്ല.
ഇടിയൊന്നും പറ്റില്ല. ഗ്രാമിയമ്മച്ചി ഏത് വഴി വേണമെങ്കിലും പൊക്കോട്ടെ. ഗ്രാമിയമ്മച്ചിനോട് ഒരു ഇതും ചെയ്യണം. ചോദിക്കാൻ പാടില്ല. എനിക്ക് ശത്രുതയുണ്ട്. 2 കളിയാണ് പുള്ളിക്കാരൻ തന്നെയാണ്. പുള്ളിക്കാരന് വേറെ പണിയില്ലടോ. പിടിച്ച് കഴിക്കുന്ന റാണി അടിച്ച് തൂക്കി കയറ്റിയിട്ടുണ്ട്. എൻ്റെ പൊന്നെ, ഈ പെണ്ണും പിള്ളക്ക് വേറെ പണിയില്ല. എനിക്ക് എൻ്റെ വെപ്പണന്ന് കയ്യിലങ്ങ് കെട്ടിക്കോട്ടെ. ഇവന്മാരെയൊക്കെ തല ഞാൻ ഇറക്കും. തല ഞാൻ ഇറക്കും കാഴ്ച. തല വെപ്പൻ്റെ അകത്ത് കെട്ടക്കണ്ട് ബുള്ളറ്റും എൻ്റെ കയ്യിലും കിട്ടിയിട്ടുണ്ട്. ഇന്നവന്മാർ ചത്തു കാഴ്ച. ചത്തു തീർച്ചയൊന്ന് അടിച്ചെണ്ണാക്കിലേക്കാണ് ഞാൻ പൊട്ടക്കാൻ പോകുന്നത്. അങ്ങനെ കയ്യിൽ ഒടുകും കടിച്ച് കൊതുകിനെയും കൊന്ന് ദേഷ്യമൊക്കെ കൊതുകിനെ ദേഷ്യം തീർത്ത് ഇതിപ്പോൾ മുകളിലോട്ട് അങ്ങോട്ട് പോകുന്നു. ഗ്രാൻഡ് പ വരുന്നുണ്ട് ഗായ്സ്. ഗ്രാൻഡ് പ പുള്ളിക്കാരൻ്റെ പോക്കാണ് കാണുന്നത്. പോക്ക് ഇതേ കിടക്കണം. എനിക്ക് ചെയ്യാൻ പറ്റില്ല ഗായ്സ്. നിങ്ങളൊക്കെ അടിച്ച് തൂക്കി കയറ്റാതെ ഇന്നൊരു സമാധാനം കിട്ടുന്നില്ല. അതുങ്ങളൊക്കെ ഒന്ന് പോകട്ടെ വിചാരിക്കുന്നു. മറ്റിനടി തന്നെ വിളിച്ചിരുന്നു ഗായ്സ്. ഒന്നുമില്ല കാരണം ഗട്ടിൻ്റെ അടിയിലായ പുള്ളിക്കാരത്തി തൂക്കും ഗായ്സ്. അങ്ങനെ ആ തള്ളച്ചിനെയും പറഞ്ഞു വിട്ട്. ദൈവമേ, ഇനി ആരും ഇങ്ങോട്ട് വരല്ലേ. എഴുന്നേറ്റിട്ടുണ്ട്. പിന്നെ വെപ്പണിൽ വന്നിട്ട് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അമ്മക്ക് കയറ്റി കളയുന്നുണ്ട്. അടുത്ത ആൾ വരും. അതിന് മുമ്പ് അവൻ്റെ കണ്ണും തോക്ക് എഴുവാഞ്ചിട്ട് തലയ്ക്ക് കുറഞ്ഞ കൊടുക്കട്ടെ. ഞാനിപ്പോൾ തൂക്കി കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അമ്മച്ചി വരും. അമ്മച്ചി വേഗം വന്നേ നിന്നെ അവിടെ അടിച്ചിട്ട് അമ്മച്ചി ചാവും. സൈക്കോ. ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഇതിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട്. എന്നെ കൊണ്ടൊന്നും ലയിപ്പിക്കരുത് കേട്ടോ. പിന്നെ ബുള്ളറ്റും ഇല്ലല്ലോ ഗായ്സ്. പക്ഷേ ഇപ്പം നമുക്ക് ഇതും കയ്യിലെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സാമാനം ഉണ്ടായിരുന്നില്ല. മാച്ച് ബോക്സ് അത് വാടേ. ഇതൊന്നും ഇല്ലല്ലോ. പക്ഷേ ഗായ്സ്, ആ തോക്കിൻ്റെ കോയിൻ വേണോ? കോയിൻ വേണ്ടാലേ. നമുക്ക് പിന്നെ എന്ത് വേണം? ട്രെയിൻ കീ വേണം. ട്രെയിൻ എസ്കേപ്പ് ചെയ്യാം. നമുക്ക് ഏത് എസ്കേപ്പ് ചെയ്യാം? നിങ്ങളെന്ത് പറഞ്ഞു? എന്ത് എസ്കേപ്പ് ചെയ്യാമെന്നാണ് നിങ്ങൾ പറയുന്നത്? എന്ത് എസ്കേപ്പ് ചെയ്യണം ഗായ്സ്? എസ്കേപ്പ് ചെയ്യണം? അത് സേഫ്റ്റി വന്നപ്പോൾ നമുക്ക് ടെടി കിട്ടി. ടെടിയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടിയായിരുന്നു? ടെടിയിൽ നിന്ന് എന്തായിരുന്നു കിട്ടിയായിരുന്നു? ടെടിയിൽ നിന്ന് സനാപ്പിളിയാണ് ഗായ്സ് നമുക്ക് കിട്ടിയത്. ടെടിയിൽ നിന്ന് എന്തായിരുന്നു കിട്ടിയത്? ഇത് ഓർമ്മയില്ലല്ലോ എനിക്ക്. ടെടിയിൽ നിന്ന് എന്തായിരുന്നു കിട്ടി ഗായ്സ്? പെറ്റ്ലോക്കിയാണ് ഗായ്സ് ടെടിയിൽ നിന്ന് കിട്ടിയത്. ഓർമ്മയില്ല ഗായ്സ്. പെറ്റ്ലോക്കി ഇത് നോക്കാം. ഇവിടെ ഒന്നുമില്ലല്ലോ ഗായ്സ്. പിന്നെ എപ്പോഴാ പോവാനുള്ള? ഒരു സ്ഥലമുണ്ട്. ആക്ച്വലായിട്ടുണ്ട്. എനിക്ക് ട്രെയിൻ ചെയ്ത് ആവശ്യമുണ്ട് ഗായ്സ്. അതിൻ്റെ ഉള്ളിലൊന്നും ഇല്ലല്ലോടാ. നമുക്ക് ചിട്ടി റോബോട്ടിന് അടിച്ചു വന്നാലോ. ചിട്ടി റോബോട്ടിന് അടിച്ചു വന്നിട്ട് വലിയ ഉപകാരമില്ല ഗായ്സ്. ട്രെയിൻ ചെയ്യല്ലല്ലോ. ഇപ്പോൾ ഏത് എസ്കേപ്പ് ചെയ്യണമെങ്കിലും ഭയങ്കര പണിയാണ് ഗായ്സ്. എല്ലാം കിട്ടണം. എല്ലാം തികഞ്ഞിട്ടൊന്നുമില്ല. കയറാം. അതിൻ്റെ ഉള്ളൊന്നുമില്ല ഗായ്സ്. അതിൻ്റെ ഉള്ളിൽ ഷെഡിക്ക് കിട്ടി ഗൈസ്. ഷെഡിക്ക്
ഷെഡിക്ക് എടുക്കാനുണ്ട്. ഷെഡിക്ക് എടുത്തിട്ട് നമുക്ക് ഷെഡ് കറക്കണം. ഷെഡിക്ക് കൊണ്ട് നമ്മൾ ഷെഡ് കറക്കണം. ഷെഡിൻ്റെ അകത്ത് ഈ കേബിൾ വയർ കൊണ്ട് ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഗേറ്റിൻ്റെ ഇത് ഓപ്പൺ ആവും. ഓപ്പോസിറ്റ് പിന്നെ നമുക്ക് ഗേറ്റ് എസ്കേപ്പ് ചെയ്യാം. പിന്നെ വീൽ ക്രാക്കർ എവിടെയാണാവോ? ക്രാക്കറും കൂടി കിട്ടിയാൽ മതിയാറുണ്ട്. പിന്നെ വീൽ ക്രാക്കർ ഉണ്ടെങ്കിൽ നമുക്ക് എസ്കേപ്പ് ചെയ്യാം. ഈ സെനാപ്പിളേ ഉള്ളല്ല. ഇത് ട്രെയിൻ എസ്കേപ്പ് ആണല്ലേ ഗായ്സ്. ട്രെയിൻ എസ്കേപ്പ് എനിക്ക് ഗേറ്റ് എസ്കേപ്പ് ആണ് നമ്മൾ ഉദ്ദേശിച്ച സംഭവം. ട്രെയിൻ എസ്കേപ്പ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കേബിൾ വയർ എടുത്തുകൊണ്ട് വന്ന് മോളിൽ ഇവിടെ വയ്ക്കാം ഗായ്സ്. ഇവിടെ വയ്ക്കാം. ഇതേ പോണു ഗായ്സ്. ഗ്രാൻഡ് പ മുകളിലേക്ക് പോയിട്ടുണ്ട്. നമുക്കിനി നേരെ അടിയിൽ പോയിട്ട് തോക്ക് എടുത്തുകൊണ്ട് വരാം. തോക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് ഗ്രാൻഡ് പേയുടെ അമട്ടേ തന്നെ ഒരെണ്ണം പോയി പൊട്ടിക്കാം. നേരെ തോക്കിട്ട് ഗായ്സ്. എത്രമാനം കയ്യിൽ കിട്ടിയാണെന്നില്ല. പിന്നെ ഗ്രാൻഡ് പ തീയാവും. അതിൽ നമ്മൾ നേരെ തോക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിൽക്കാം ഗൈസ്. ഇവിടെ തോക്ക് അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ഇവിടെ നിൽക്കാം. തള്ളേന്ന് ലപ്പച്ചനും ലമ്മച്ചി ആരെങ്കിലും വന്നാൽ തലയടിച്ച് പിടിച്ചു വിടാം. പൂശി അങ്ങോട്ട് വിടാം. പൂശാൻ ഗൈസ് അങ്ങോട്ട് പൂശാതെ അമ്മച്ചി ഒന്ന് അടിച്ചാണ് അണ്ണാക്കിലേക്കാണ് കയറ്റി വിടാം. ലപ്പച്ചനടിക്കാനുള്ള ബുള്ളറ്റ് കയ്യിലില്ല. ബുള്ളറ്റ് നമുക്ക് പോയി അടിയിൽ നിർത്തുകൊണ്ട് വരാം. അടിയിൽ ബുള്ളറ്റുണ്ടോ? അടിയിൽ ബുള്ളറ്റില്ല ഗൈസ്. ഇനി ലപ്പച്ചൻ വരാണെങ്കിൽ നമ്മൾ ചാവും. ആരൊരു തള്ളേ ഗൈസ്. ലാഗടിക്കുന്നു വന്നു ഗൈസ്. ലപ്പച്ചൻ കറക്റ്റ് ടൈമിങ്ങിന് വന്നു ഗൈസ് അവിടേക്ക്. ലാഗമ്മച്ചി ലാഗ് വന്ന് ഗൈസ്. ലാഗടിച്ച സമയത്ത് തന്നെ ലാഗടിച്ചു. അതുകൊണ്ട് ഭയങ്കര വള്ളി കിട്ടി. ഈ സാധനം തുറക്കട്ടെ. ചെടി കേട്ടിട്ട് എല്ലാം കൂടി കടകളഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഉള്ളിക്കോട്ട കയറിയിട്ട് ലപ്പച്ചൻ ഇതിക്കോട്ട പോകുമ്പോൾ പുള്ളിയുടെ കയ്യിൽ ലപ്പച്ചൻ ഇതിക്കൂടെ പോകുമ്പോൾ നമുക്ക് മുകളിലേക്ക് കയറി പോവാം. ലപ്പച്ചൻ പോകുന്നുണ്ട് ഗൈസ്. ലപ്പച്ചൻ പോയി. പുള്ളിക്കാരന് ചെവി കേട്ടു തുടങ്ങിയോ? പുള്ളിക്ക് സാധാരണ ചെവി കേൾക്കണമല്ലല്ല. എന്തെങ്കിലും ആവട്ടെ, ഇതൊന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് നോക്കാം. പുള്ളിക്കിപ്പം എന്തിൻ്റെ സുഖക്കേടാണോ? പോയോടോ താൻ എന്തിൻ്റെ സുഖക്കേടാ? പോയോ? നമ്മളങ്ങനെ മുകളിലേക്ക് കയറുന്നുണ്ട്. ലപ്പച്ചൻ കയറിപ്പോയാൽ നമുക്കും പുറകെ പോവാം. എന്നിട്ട് അടിച്ച് അണ്ണാക്കി കയറ്റി കൊടുക്കാം ഗായ്സ്. പുള്ളിക്കാരൻ മുകളിലോട്ട് പോയില്ലേ? വേഗം പോ ഗായ്സ്. ഇവനെന്ത് ഇത്ര സ്ലോ? ലപ്പച്ചൻ ഒടുക്കത്തെ സ്ലോ ഗായ്സ്. ഈ അപ്പാപ്പൻ്റെ ഒരു കാര്യം, ഇങ്ങനെ പോയാൽ കാര്യമില്ല അപ്പാപ്പ. ഒന്ന് വേഗത്തിൽ പോ. തൂഫാലാക്കാനുള്ളതാണ് നിങ്ങളെ. തൂഫിയിട്ട് മതി. നിങ്ങളൊന്ന് തൂഫട്ടെ കാര്യം. ലപ്പച്ചൻ ആദ്യം നമുക്കൊന്ന് തൂഫാം ഗൈസ്. അതിങ്ങനെ അമ്മ എടുക്കുക. എവിടേക്കാണ് താൻ പോകണത്? ഇത് വാടക അടിച്ച് അണ്ണാക്കി കയറ്റി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. നേരെ അവിടെ അടിച്ച് അണ്ണാക്കി കയറ്റണം. ഏകദേശം 2-30 സെക്കൻഡ് ഉണ്ട്. അപ്പോൾ അമ്മച്ചി എന്തായാലും ഒരു മിനിറ്റ് ഇപ്പോൾ തന്നെ എഴുന്നേക്കും അമ്മച്ചി. അതിന് മുമ്പ് നമുക്ക് ഈ കേബിൾ വയർ കൊണ്ടുപോയി വെച്ചിട്ട് വരാം. എന്തായാലും കേബിൾ വയർ വെക്കേണ്ട നേരത്തേക്ക് ലപ്പച്ചൻ എഴുന്നേക്കില്ല. അതിനടുത്തൊരു സുരക്ഷാബദ്ധരം അങ്ങനെ ഇങ്ങനത്തൊക്കെ ഒരു സാധനമുണ്ട് കഴിച്ചു. അതുകൊണ്ട് പിന്നെ അതോർത്ത് പേടിക്കണ്ട. നമുക്കിനി നേരെ കൊണ്ടുപോയി കേബിൾ വയർ വെച്ചിട്ട് വരാം ഗായ്സ്. കേബിൾ വയർ വെച്ചിട്ട് വരാം. നമ്മളിങ്ങനെ സൈഡിലോട്ട് പോകുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ ഗായ്സ്. ഇവിടെയാണ് കേബിൾ വയർ വെക്കേണ്ടത്. അപ്പം നമ്മൾ നേരെ കേബിൾ വയർ വെക്കാൻ പോകും. കേബിൾ വെച്ചിട്ട് സ്വിച്ച് ഓണാക്കി പോകുന്നുണ്ട്. അപ്പം ലമ്മച്ചി ഇങ്ങോട്ടേക്ക് ഇളകി വരും. ഓണാക്കിയ സംഭവം കാരണം. അപ്പം നമ്മളിപ്പോൾ അതും കേട്ടിട്ട് മുകളിലേക്ക് പോവാണ് ഗൈസ്. മുകളിലേക്ക് പോവാണ്.
ഇത് എന്ത് കീയാ? ഇത് നമ്മുടെ ഷെഡ് കീയല്ലേടോ. ഷെഡ് കീ അവിടെ കിട്ടും. നമ്മളിപ്പോൾ മുകളിൽ പോയിട്ട് തോക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് ലമ്മച്ചിയെ അടിച്ച് തുഫാലാക്കാനാണ് പ്ലാൻ. അങ്ങനൊരു തോക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മറ്റായുധം കിട്ടിയിട്ടുണ്ട്. തോക്ക് താഴെ ഇട്ടിട്ടുണ്ട്. ഇനി ലമ്മച്ചേൻ്റെ സൗണ്ടും കേട്ട് ഇങ്ങോട്ട് വരും. കാരണം ഷാർപ്പ് ചെവിയാണല്ലോ, ഷാർപ്പ് ചെവി. അത് കാരണമാണ് ലമ്മച്ചിക്ക് പണി കിട്ടണത്. ബുള്ളറ്റ് കത്താനായിട്ട് നമുക്ക് ബുള്ളറ്റ് കിട്ടുന്നില്ല. വേറെ ലമ്മച്ചി വേമ്പാ. ലമ്മച്ചീനെ ലപ്പച്ചനെ ഒരുമിച്ചടിക്കാൻ കിട്ടുകയാണെങ്കിൽ സുഖമായിരുന്നു ഗൈസ്. അങ്ങോട്ട് രണ്ടെണ്ണത്തിനെങ്കിലും ഉറക്കി ഇടായിരുന്നു. പക്ഷേ ഇപ്പം എവിടെയാണ് അത് വീക്രാക്കർ കിടക്കുന്നത്? ചെന്നാപ്പള്ളി ഒന്ന് കിട്ടിയാൽ വേഗം വാ ഒന്ന് അമിട്ടങ്ങ് കിട്ടങ്ങ് പൊട്ടിച്ചു തരാം. വേഗം തല അടിക്കാൻ പൊട്ടിക്കുന്നുണ്ട്. ലമ്മച്ചിയുടെ തല അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് പോവാ. ഇനിയിപ്പോൾ എവിടെയൊരു സ്ഥലം എവിടെയൊക്കെ നമ്മൾ തുറക്കാൻ വിട്ടു പോയിട്ടുണ്ടോ? പക്ഷേ അത് എവിടെയാണാവോ? വീൽ ക്രാക്കർ കിട്ടണമല്ലോ. വീൽ ക്രാക്കർ ഏത് കാട്ടിലാണാവോ കിടക്കണത്? അത് കിട്ടാതെ ഒരു വഴിയില്ലല്ലോ ഗായ്സ്. വീൽ ക്രാക്കർ ഇപ്പം എവിടെ നിന്ന് ഒപ്പിക്കും നമ്മൾ? ഇവിടെ മാച്ചല്ലേ, മാച്ച് ബോക്സ് ഒന്നും നമുക്ക് വേണ്ട. ഇപ്പം നമുക്ക് ഒത്തിരി കാര്യമാണ്. ഗേറ്റാണ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒറ്റ കാര്യം ചെയ്യാൻ ഗൈസ്. നമ്മളുണ്ടല്ലോ ഈ തോക്ക് ആർക്കും എടുക്കാൻ പറ്റാത്ത രീതിയിലാണ്. ഞാൻ ഗ്രാൻഡ് ടെസ്റ്റും കിട്ടില്ല. എല്ലാ പരിപാടി വേസ്റ്റ് ഇട്ടിക്കണം ഗൈസ്. വേസ്റ്റിൽ വെള്ളം നിറച്ച് കൊണ്ടുപോകും. അപ്പം അത് ചിലപ്പോൾ ഉപകാരപ്പെട്ടാണ്. സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫ്രണ്ടിലാണെന്ന് വയ്ക്കുകയാണെങ്കിൽ വേസ്റ്റ് എടുക്കാൻ വേണ്ടിയാണ്. വേസ്റ്റ് അടിച്ചങ്ങ് താഴേക്ക് ഇട്ടിട്ടുണ്ട്. വേസ്റ്റ് അവിടെ കിടക്കട്ടെ ഗൈസ്. വേസ്റ്റിൽ ഉപകാരമുണ്ട്. വേസ്റ്റിൽ കാര്യമുണ്ട്. നമുക്ക് നമ്മുടെ തോക്കെടുത്തില്ല. തോക്കാശാനം എടുക്കാതെ വേസ്റ്റ് എടുത്തിട്ട് കാര്യമില്ല. ലപ്പച്ചനെങ്ങാനും വന്നാലും ലപ്പച്ചനെ അടിച്ച് തൂക്കാനാക്കിയിട്ട് വേസ്റ്റ് എടുക്കാൻ നമുക്ക്. ലപ്പച്ചനിപ്പോൾ എങ്ങനെ വരാനാണാവോ എന്തോ. കുറച്ച് തീയാനോ അങ്ങോട്ട് വാങ്ങിക്കാം. ഇതുമായിട്ട് ചിലപ്പോൾ എങ്ങാനും വന്നാലായി ശരിയാക്കാൻ പാടില്ല. അത് വേറെ കാര്യം. അങ്ങനൊന്ന് വരട്ടെ. വേഗം പാടാ മോനെ. എന്ന് പറഞ്ഞ് വരണ ആളാണ്. എവിടെ വരാൻ അനക്കോ ഇല്ല. ലപ്പച്ച ഒന്ന് വന്നേ. ലപ്പച്ചനും ചിലപ്പോൾ വരും, ലമ്മച്ചിയും ചിലപ്പോൾ വരും. ലമ്മച്ചി വന്നാൽ നമുക്ക് വള്ളി വരും കാഴ്ച. വള്ളി കാരണം ബുള്ളറ്റില്ല കാഴ്ച. ലമ്മച്ചിക്കിനെ അടിച്ചിടാനുള്ളത് ബുള്ളറ്റ് വെക്കണം. ബുള്ളറ്റ് എന്ന് പറഞ്ഞ അവസാനം ബുള്ളറ്റ് വരെ പോയി. എന്നിട്ട് ബുള്ളറ്റ് കാണുള്ളല്ലോ ഇവിടെ. ബുള്ളറ്റില്ല കാഴ്ചകളിൽ ബുള്ളറ്റിനൊക്കെ സാധനം ഇല്ലയോ? ഇതാണാവോ ബുള്ളറ്റ് ബുള്ളറ്റ്. ഗായ്സ് അങ്ങനെ അവനെ അങ്ങോട്ട് അടിച്ചിട്ടിട്ടുണ്ട് ഗായ്സ്. ഇനി നമുക്ക് കുറച്ച് നേരത്തേക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് വേസ്റ്റ് ഒരെണ്ണം കൂടി എടുക്കാനുണ്ട്. അതിനായിട്ട് ബുള്ളറ്റ് പോയി തപ്പണമല്ലോ. സ്ക്രീൻഷോട്ട് മതിയോ? പക്ഷേ
ഇതിൻ്റെ ബുള്ളറ്റ് ഇപ്പം എവിടെ പോയി എടുക്കും? ബുള്ളറ്റിൻ്റെ ആവശ്യമുണ്ട് ഗായ്സ്, ബുള്ളറ്റിൻ്റെ ആവശ്യമുണ്ട്. 2 ബുള്ളറ്റും കാറിൽ നിന്ന് കാച്ചിരുന്നുണ്ട്. പക്ഷേ സമയം കളയരുത് ഗായ്സ്, സമയം കളയരുത്, ഒരിക്കലും സമയം കളയരുത്. ഇവിടെ കൊണ്ടുപോയി പോയി തോക്കിട്ടാ ഞങ്ങൾക്ക് ചാടി എടുക്കും ഗായ്സ്, ചാടി എടുക്കും. അതിൻ്റെ ഇപ്പം നമുക്ക് ഇടാൻ പറ്റിയ സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ അപ്പുറത്ത് തന്നെയാണ്. ഇവിടെ കൊണ്ടുപോയി തോക്കിട്ടിട്ട് അങ്ങനെ മുകളിൽ തോക്കിട്ടിട്ട് ചാടിയാണ്. മലപ്പുറം ചാടിയതാണ്, ചാടിയതല്ല. ഇനിയിപ്പോൾ ആ തോക്ക് അവിടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് സ്ലിംഗ് ഷോട്ടിൻ്റെ 2 ബുള്ളറ്റ് കൊടുത്ത് 3 ബുള്ളറ്റ് എടുക്കണം. എന്നിട്ട് മോളിൽ പോയി ബേസും പൊട്ടിച്ച് പിന്നെ നമുക്ക് അങ്ങനെ ഉറക്കണമെങ്കിൽ അവർ ഉറക്കിയിട്ടിട്ട് ഉറക്കണം കഴിച്ചു. അത് ഉറക്കണം. 2 ബുള്ളറ്റ് മതിയോ വേണ്ട കഴിച്ചു. രണ്ടെണ്ണം എടുത്തേക്കാം. അല്ലെങ്കിൽ എങ്ങാനും വന്നാലേ ഭയങ്കര വലിയ പള്ളി വരും കഴിച്ചു. ഒറ്റക്കത്തെ പള്ളിയായിരിക്കും. നമ്മളങ്ങനെ അടുത്തതും കൊണ്ട് എടുക്കാനായിട്ട് കൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതുകൊണ്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് കൊടുത്തു. ഇത് അടുത്തത് എവിടെ? അത് ഇവിടെ ഉണ്ട് കഴിച്ചു. അടുത്തത് സ്ക്രീൻ ഷോട്ടിൻ്റെ എല്ലാ ബുള്ളറ്റും നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത് എടുത്തിട്ടുണ്ട്. നമ്മളിനി നൈസായിട്ട് വേറെ ഒരു വഴിയില്ല, ലിഫ്റ്റ് വഴി തന്നെയാണ് പോകുന്നത്. നമുക്ക് ഇതൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മളങ്ങനെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. മുകളിലേക്ക് കയറിയിട്ട് ഇതാണ് എടുത്ത് താഴേക്ക് ഇട്ടിട്ടുണ്ട്. ആണത് ഈ വേസ് നമ്മൾ എടുക്കാം. ഈ വേസ് എടുത്തിട്ട് നമുക്കൊരു വെള്ളം നിർത്താൻ ഏത് കാട്ടിലേക്ക് പോയാവോ എന്നിട്ട് പോടാൻ വന്ന താഴേക്ക് താഴേക്ക് എടുത്തിട്ടിട്ടത് അതിന് മറ്റേത് മുകളിലേക്ക് കയറി പോകണം. പക്ഷേ ഇപ്പോഴെല്ലാം ഉറക്കി വിട്ട് അപ്പോഴേക്കും കയറി വന്നത് കള്ളയുടെ ഒരു കാര്യം വേണ്ട. കള്ളനെ നോക്കി വിട്ടിട്ട് കാര്യമില്ല. വിചാരിക്കുന്നതല്ല നിങ്ങൾ ചടയും ിട്ടുണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് വിട്ടിട്ട് കാര്യമുള്ളൂ. ഒരു കാര്യമില്ല കഴിച്ചു. അങ്ങോട്ട് എവിടെയാണോ നീക്കാനുള്ളത്? ഗ്രാനിൽ നിന്ന് അടിച്ചു അമ്മാക്കി കിട്ടിയിട്ട് ഞാൻ ഇവിടെ മോള് ഇവിടെ വെച്ച് എന്തായാലും ആർക്കും കയറാൻ പറ്റില്ലെന്ന് ഉറപ്പാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ നേരെ ഇവിടെ നിന്ന് കയറി നമ്മുടെ തോക്ക് അങ്ങോട്ട് എടുക്കാൻ പോകണം. നമ്മുടെ സ്ലിംഗ് ഷോട്ട് എടുക്കാൻ പോകണം. നമ്മുടെ സ്ലിംഗ് ഷോട്ട് അങ്ങ് എടുത്തിട്ട് നമ്മുടെ സ്ലിംഗ് ഷോട്ട് എടുത്ത് താഴെ ഇട്ടിട്ട് ഇതാണ് ഇട്ടിട്ടുണ്ട്. സ്ലിംഗ് ഷോട്ടാണ് താഴേക്ക് എടുത്തിട്ടിട്ടുണ്ട്. ഇവിടേക്ക് വരാണെങ്കിൽ നന്നാക്കി കയറ്റാനാണ് വിചാരിക്കുന്നത്. ഞാൻ പറ്റില്ല. കുറച്ച് നേരത്തേക്ക് നമ്മളൊന്ന് മിണ്ടാതെ സൈലൻസ് ആയിട്ടിരിക്കണം. പറഞ്ഞൊരെണ്ണം അതിൻ്റെ തലയ്ക്ക് നമുക്ക് കൊടുക്കാതെ വീഴുള്ളൂ. അടുത്ത കാലം കൊണ്ട് വേഗം വന്നിറങ്ങി നമുക്കന്ന് അതിനെ കൊണ്ടാണ് അടിച്ചിടാറുന്നു. മറ്റവന് ചിക്കൻ കേൾക്കില്ല കൊണ്ടാറും. അതിനോടാണ് അടിച്ചിട്ടിട്ട് ആ പൈസ എടുക്കാം. വേസ് എടുത്തിട്ട് നമുക്ക് അടിക്കൊണ്ട് വെക്കാം. വേസ് അടിക്കൊണ്ട് വെക്കുന്നതിന് മുമ്പ് നമുക്ക് വേസ് 2 വെച്ചതിന് ശേഷം വേസ് വെക്കുന്നതിന് മുമ്പ് നമുക്ക് വേറെ പണിയുണ്ടെങ്കിൽ വേസ്റ്റ് അവസാനം എടുക്കാം. വേസ്റ്റ് അവസാനം വെക്കാം. വേസ്റ്റ് വെക്കുന്നതിന് മുമ്പ് നമുക്ക് പോയി കളി തോറ്റാലും ജയിച്ചാലും എന്ത് കഴിച്ചു ഒരു ഫണ്ണിന് വേണ്ടി ഇപ്പോൾ കളിച്ചതാണ്. പക്ഷേ ഈ ജയിച്ചാൽ കളിച്ചിടാം. നമുക്ക് ആദ്യം തന്നെ പോയി ഇതെടുക്കാം. ക്രോബാർ എടുത്തിട്ട് വേറെ പണിയില്ല. മുകളിൽ അതോട് തുറന്നിട്ട് പിന്നെ വീസ് വെക്കാം. എന്നിട്ട് നമ്മൾ ക്രോബാർ വെച്ച് മുകളിൽ തുറന്നിട്ട് തുറക്കാൻ പറ്റും. മുകളിലത്തത് അത് തുറക്കുകയാണെങ്കിൽ നമുക്കൊരു ഉപകാരമായി. ഗ്രാൻഡ് ആണെങ്കിൽ 2 മിനിറ്റത്തേക്ക് ചത്ത് കിടക്കണം പറഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല.
സിലിണ്ടർ ലീനിയൻ ഓഫ് ചെയ്തിട്ടുണ്ടല്ലോ. കാരണം സിലിണ്ടർ ലീനിയൻ ഓഫ് ചെയ്തിട്ടേക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ചടിയെന്നും പറഞ്ഞോളൂ വരും. ചടിയെന്നും പറഞ്ഞ് ഓടിച്ചിട്ടുണ്ടെങ്കിൽ സിലിണ്ടർ ലീൻ നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. ഈ ഉള്ളിൽ കയറി ഇവിടെ സാധനമില്ലയോ എന്നാണ് ഇത് ഇവിടെ സ്റ്റോപ്പ് ആവുന്നുണ്ട്. താഴേക്ക് മുളകൊക്കെ മുളകാണ്. എത്തിയതിന് ശേഷമാണ് മുകളിലെത്തിയതിന് ശേഷം നമുക്ക് ക്രോബാർ വെച്ച് തട്ടിയിട്ട് ആ പെട്ടി കൊണ്ട് തുറക്കണം. അപ്പോൾ ഭയങ്കര ലെങ്ത്താകും വീഡിയോയിൽ, ഭയങ്കര ലെങ്ത്തായിട്ടുണ്ട് വീഡിയോ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണം ഗൈസ്. ഇത് വീഡിയോയിൽ ലെങ്ത് ഉണ്ട്, അത് എടുത്ത് നിങ്ങൾ പേടിക്കണ്ട ഗൈസ്. അങ്ങനെ നമുക്ക് ബ്രിഡ്ജ് റാക്കർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബ്രിഡ്ജ് റാക്കർ കിട്ടിയിട്ട് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതുകൊണ്ട് എസ്കേപ്പ് ആവാം എന്നാണ് എൻ്റെ ഒരു ഇത്. നമുക്ക് ചിലപ്പോൾ എസ്കേപ്പ് ആവാൻ പറ്റാൻ സാധ്യതയുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ എസ്കേപ്പ് ആയാൽ പറ്റും ഗൈസ്. നമ്മളങ്ങനെ ബ്രിഡ്ജ് റാക്കറും കൂടി കിട്ടിയിട്ടുണ്ട്. ഡാനിങ് ക്യാൻസറിനൊരു അടി അടിച്ചിട്ട് പോകാനാണ് കാര്യം. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല ഗൈസ്. അവരിപ്പോൾ അടിക്കാനുള്ള കുഴപ്പമില്ല, സങ്കടമുണ്ട്. ഞാൻ ഒരു മിനിറ്റത്തേക്ക് ഇപ്പോൾ വരാതിരിക്കും ഗൈസ്. അതുകൊണ്ട് പാപങ്ങൾ ഇപ്പം ഞാൻ ഈ തോന്നുന്നത് എസ്കേപ്പ് ആവാണ്. അപ്പോൾ നമ്മളങ്ങനെ എസ്കേപ്പ് ആയിട്ടുണ്ട്. ഇത് ഗ്രാൻഡ് ഇതായിട്ടുണ്ട് ഗൈസ്. പോവാണ് ഗൈസ്. ലൈക്ക് സബ്സ്ക്രൈബ് അടിച്ച് പോണേ ഗൈസ്. ബൈ ബൈ.